ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഒക്കെ ആയിട്ട് ഓയിൽ റൂം എടുക്കാൻ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പലരുണ്ട്. അവർക്ക് ഇനി റൂം കിട്ടില്ല എന്നുള്ള നഗ്നസത്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഓയോ ഇനി മുതൽ അൺമാരീഡ് കപ്പിൾസിന് റൂം കൊടുക്കില്ല. അവരുടെ ബന്ധം വെളിപ്പെടുത്തുന്ന ID ചോദിക്കും. മീററ്റിൽ അത് ഇപ്പോൾ ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇന്ത്യയിലുള്ള മറ്റ് ഓയോയുടെ ഹോട്ടൽസിലോട്ട് അവരിനി ഒരു അൺമാരീഡ് കപ്പിൾസിനും റൂം കൊടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താ അങ്ങനെ ഇന്ത്യ പോലെ രാജ്യത്ത്? കുറേ നാളായിട്ട് ഓയോ എന്ന് പറയുമ്പം എല്ലാവരുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ അത് തന്നെയാണ് ഇന്ത്യ ഒട്ടാകെ ആ ഒരു ഫീലുണ്ട്. അപ്പം അതിന് കാരണം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് തന്നെ അത് തന്നെയാണ് അതിൻ്റെ കാരണം. അവർക്കാണ് മാറ്റിയെടുക്കണം. കാരണം ഓയോ എന്ന് പറയുന്നത് അതിനു വേണ്ടിയല്ല, ഞങ്ങൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡാണ് പ്രൊഫഷണലാണ് എന്നാക്കാൻ വേണ്ടിയുള്ള. ഇനിയിപ്പം സർക്കാരും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ല. പണിയാണ്. ഈ ഓയോ ഹോട്ടൽസ് ചിലപ്പം റൂം തരുമ്പം മാനേജറിൻ്റെ പേഴ്സണൽ ഇതിൻ്റെ അകത്ത് പുള്ളിക്ക് തരാൻ പറ്റും. പക്ഷെ അപ്പം പുള്ളി ചോദിക്കുന്ന ഡിമാൻഡ് 2000 രൂപയുടെ റൂമിൽ ഇരുമ്പം പുള്ളി 4000 രൂപ ചോദിക്കും. കാരണം ഇങ്ങനെയുള്ള വെട്ടുവീഴ്ചയൊക്കെ ഞാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് പുള്ളി ചോദിക്കുമ്പം നമ്മളതിനെ ഇരട്ടി ചാർജ് കൊടുക്കുകയല്ല, വേറെ നിർത്തിയില്ല. അങ്ങനെയൊക്കെ വഴങ്ങുന്നൊരു കാണും. അപ്പോഴും ചോദ്യം ഓയോ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണല്ലോ, ഒരു ന്യായമായ റേറ്റിൽ. ആ ന്യായമായ റേറ്റിൽ കിട്ടില്ല ഗൈസ്. പെട്ട അവസ്ഥയാണ് അല്ലേ? ഇനി എന്ത് ചെയ്യാനാ? ഈ ഓയോ റൂം വന്നേ പിന്നെയാണ് നമ്മുടെ പാർക്കുകളും തിയേറ്ററുകളൊക്കെ ഒന്ന് ഫ്രീ ആയി കിട്ടിയത്. വീണ്ടും ജനത അങ്ങോട്ട് പോവുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ പോലെ രാജ്യത്ത് ഇതെല്ലാം പാപമായിട്ട് ചിന്തിക്കുന്ന ഒരു വലിയ ജനസമൂഹമുള്ള നാടാണ്. അപ്പം അവരുടെ ചിന്താഗതിയിൽ ലൈംഗികത എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതൊക്കെ എന്താണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം കാണും, അറിയാനുള്ള ഒരു ജിജ്ഞാസയൊക്കെ കാണും. പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പിൽ എന്നുള്ള പറഞ്ഞ് നിൽക്കുന്നൊരു സമൂഹമാണ്. നമ്മുടെ സദാചാരത്തിൻ്റെ ആൾക്കാരൊക്കെ ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നതല്ലേ. നമുക്ക് പട്ടിയോ പൂച്ചയോ വഴിയിൽ ഒരുമിച്ച് നിന്നാൽ നമ്മൾ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന മറ്റു സമൂഹമാണ്. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ഒരു വിഭാഗം ചെറുതാണ്. അങ്ങനെ ഒരു നാടാണ് നമ്മുടെ നാട് എന്നാണ്. കാരണം എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഓയോ മാറ്റിയാലും യുവാക്കളെല്ലാം നാട് വിട്ട് പോവുകയാണ്. ഓയോ നിങ്ങൾ പേടിക്കാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. കാരണം യുവജനത നാട് വിട്ട് പോകുന്നതുകൊണ്ട് ഇനി അവരവിടെ റൂം എടുത്തോളൂ. ഇവിടെ റൂം എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇനി അതോർത്ത് പേടിക്കണ്ട. കേരളത്തിലായിരിക്കാലും നിങ്ങൾക്ക് ശല്യമായിട്ട് വരത്തില്ല. എങ്കിലും ഓയോ അങ്ങനെ തീരുമാനമെടുത്തത് എന്താണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഹോട്ടൽ റൂംസ് അല്ല അതിൻ്റെ അകത്ത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം. നിങ്ങൾ റേറ്റ് വേണമെങ്കിൽ കൂട്ടിയാൽ മതിയില്ല. എന്തിനാണ്? സഹോദരിയും സഹോദരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രദറാന്ന് രേഖപ്പെടുത്തുന്ന ID, സിസ്റ്ററാന്ന് രേഖപ്പെടുത്തുന്ന ID അങ്ങനെയൊക്കെ കാണിക്കേണ്ട വരും. ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് കാണിക്കുന്ന രേഖ. ഇപ്പം ലവേഴ്സിന് പ്രത്യേകിച്ച് രേഖയൊന്നുമില്ല. എൻ്റെ കാമുകിയാണ്, എൻ്റെ ബോയ് ഫ്രണ്ടാണ്, എൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് കാണിക്കാനൊരു രേഖയും. പിന്നെ ഈ ടൂറിസം നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെയൊക്കെ ആകുമ്പം നമ്മുടെ മൂന്നാർ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള അങ്ങനത്തെ ഹോട്ടൽസുകൾ അവർ കുറച്ചുകൂടെ ലിബറലായിരിക്കും. ഓയോ അല്ലാത്ത ഹോട്ടൽസും ഉണ്ട്, കുറച്ചുകൂടെ ലിബറലാകാൻ സാധ്യതയുണ്ട്. കാരണം ടൂറിസം എന്ന് പറയുമ്പം ഒത്തിരി ആളുകൾ ഫണ്ട്സൊക്കെ വരുന്നില്ലേ, ആണും പെണ്ണും ഞാൻ പറഞ്ഞ ഒരു വിദേശി വരുമ്പം എല്ലാവരും ഒരു വിഭാഗം വിദേശീയർ വരുമ്പോൾ അവരുടെ കൂടെ ഒരു പങ്കാളി കാണും. അത് വൈഫാണെന്നില്ല, ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് വരെ പരിചയപ്പെട്ടതായിരിക്കും. അവർക്ക് ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കും, ഇനി അല്ലാത്ത പേരിലായിരിക്കും, എങ്ങനെ വേണ്ട അവരെയൊക്കെ ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ അവരോടൊക്കെ ഇവർ ചോദിക്കുമോ നിങ്ങൾ മാരീഡ് കപ്പിൾസാണ് ID കാണിക്കാൻ? ഇവർക്ക് വിദേശികൾക്ക് ഇത് ബാധകമല്ല, ഇന്ത്യക്കാർക്കായിരിക്കും ഇത് ബാധകമാകുന്നത്. എന്താണ് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരുമായിരിക്കും. ഇപ്പം മീററ്റിൽ മാത്രം നടപ്പിലാക്കിയിരിക്കുന്ന മീററ്റിൽ നിന്ന് പതുക്കെ ഇങ്ങോട്ട് ചാടും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്കിടയിലോട്ട് ഓയോ ഓഫീസുകളിലോട്ട് വന്നു കാണും. ഞാനിപ്പോൾ ഒരു ഹോട്ടൽ റൂമിൽ കിടന്നിട്ട് ഏകദേശം 5-6 മാസമായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പങ്കാളിയായിട്ടല്ല, ഒറ്റയ്ക്ക് ഒരു വർക്കിൻ്റെ കാര്യത്തിനായിട്ട് പോയപ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.